ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാനല്ലേ നെറ്റിൽ നമുക്ക് കുറച്ചില്ലേ കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ച് കൂന്തൽ ബട്ടർ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അത് ഉണ്ടാക്കാനൊക്കെ പോന്നെ. അപ്പോൾ രാത്രി ഇങ്ങനെ എടുക്കുമ്പോഴേക്കില്ല ഭയങ്കര ഒരു മടിയാണ്. അങ്ങനെ വിചാരിച്ചു നിസ്കാരം ഒത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിലുണ്ടായി. അങ്ങനെ ഫ്രീസറിലെടുത്തിട്ട് ഇങ്ങനെ ചിന്തിച്ച് കുറച്ച് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ ഫസ്റ്റ് കൂന്തൽ ക്ലീൻ ആക്കാം. കൂന്തൽ ക്ലീൻ ആക്കാനാണ് കുറച്ച് പണിയുള്ളത്. ഞാൻ ആദ്യം ഇതിനെ വെള്ളം ഇട്ടിട്ട് കഴുകിട്ടേക്കില്ലേ, അതിൽ ഉപ്പിട്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ബാങ്ക് കൊടുക്കുന്നു. ക്ലീൻ ആക്കാൻ പറ്റും. നമുക്ക് ഏത് മീനും പെട്ടെന്ന് ഉപ്പിട്ടെങ്കിൽ ഇപ്പൊ മത്തിൻ്റെ ഇതെല്ലാം പെട്ടെന്ന് അതിൻ്റെ ഇത് പൊലിഞ്ചി എന്തിപ്പോ അതിനെ പറയുന്ന അതിങ്ങനെ എളിത്ത് കിട്ടുന്നല്ലോ എത്രയും പെട്ടെന്ന്. ബൈക്കണ്ടാ ബയ്യണ്ടാന്ന് അങ്ങനെ ക്ലിക്ക് ഞാനിന്റെ മൈക്ക് വെച്ചിട്ടുണ്ട്, നീ പോവോ അങ്ങോട്ട്. അങ്ങനെ ഇത് ഞാനില്ലേ പെട്ടെന്ന് ക്ലീൻ ആക്കുന്ന ഒരു ഐഡിയ പറഞ്ഞിട്ട് തരാം. കൂടുതൽ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ എങ്ങനെയൊന്നുമില്ലെങ്കിലേ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് തേത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പിടാം. അപ്പോൾ ഞാനില്ലേ മോനത് ചങ്ങായിൻ്റെ ആടെ മംഗലത്തിന് പോകുന്നെന്ന് പറഞ്ഞു. ഞമ്മ മക്കൾ രാത്രി പുറത്ത് പോകുമ്പോൾക്ക് എല്ലാവരും മാറും പറയണം മക്കളോട് വൈകിട്ട് വരണ്ട, വേഗം വരണമെന്ന്. അങ്ങനെ എനിക്ക് ക്യാമറ ഓൺ ആക്കിയത് ഓർമ്മയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ഇങ്ങനെ പയ്യണ്ടാകും. എനിക്ക് എന്തെങ്കിലും പോയെങ്കിൽ ഒരു 10-10:30 മണി നമുക്ക് ഒരു വിളിക്കുന്ന ശീലമുണ്ട്. ഇനി എവിടെ പോയെങ്കിലും 10:30 മണി നമുക്ക് ഞാൻ വിളിക്കും. പിന്നെ പെരക്ക് വരാത്ത കാണത്തപ്പോൾ അപ്പോൾ ഇന്നത്തിലുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് ധൈര്യമാകുന്നല്ല. നമ്മൾ ഏത് മക്കളെയും ഇങ്ങനെ പോട്ടയിൽ തന്നെ രാത്രി പോയി താകുമ്പോൾ നമ്മൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു ബുദ്ധിമുട്ടാവും അത് വിളിക്കുമ്പോൾ. പക്ഷെ നമുക്ക് നമ്മളെ മക്കളല്ലേ, അപ്പോൾ അത് രാത്രിയാകുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണം. അവരെന്ത് വേണമെങ്കിൽ പറയൂ. അത് നമുക്ക് ഒരു ചെവിക്കെടുത്ത് പിന്നെ ചെവിയിൽ വെക്കണം. അത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ എത്ര പെട്ടെന്ന് അപ്പോൾ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ നമ്മളെ മീനിതാ കഴുകി വൃത്തിയായി. അപ്പോൾ അല്ല മുറിച്ചിട്ട് ഇപ്പോൾ നല്ലതുപോലെ ഞാൻ പറഞ്ഞില്ല ഉപ്പിട്ടിട്ട് മുമ്പ് അതിൻ്റെ ബ്ലാക്ക് കളറില്ല, ആ കളറെല്ലാം പോയിട്ട് നല്ലതുപോലെ വൃത്തിയാകും. എന്നിട്ടേക്ക് നമ്മൾ അതിലൊക്കെ ആവും. ഫസ്റ്റ് തന്നെ ഇപ്പോൾ കയ്യിലെല്ലാം ഇങ്ങനെ കറുപ്പ് പിടിക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനില്ലേ 2 നീരുള്ളി എടുത്തിന്. ഒരു കുറച്ച് വലിയ നീരുള്ളി, കുറച്ച് ചെറിയ നീരുള്ളി, അത് മതിയാവും നമുക്ക്. ഇപ്പോൾ കുറച്ച് കൂന്തലല്ല ഉണ്ടത്, അതുകൊണ്ട് ഞാൻ 2 നീരുള്ളി തന്നെ എടുക്കുന്നത്.
ഇവിടെ കൂന്തൽ ഇങ്ങനെ ചാറാക്കുന്നത് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ ബട്ടറെല്ലാം ഇട്ടിട്ടില്ലേ, തേങ്ങ ബട്ടറെല്ലാം ഇട്ടിട്ട് കൂന്തലൊരു ഗ്രേവി പോലെ ഉണ്ടാക്കുന്നില്ല, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയില്ലേ, അങ്ങനെ ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചപ്പാത്തിൻ്റെയൊക്കെ, പിന്നെ രാവിലെ ദോശ ചുടുന്നെങ്കിൽ അതിൻ്റെയൊക്കെ അങ്ങനെയെല്ലാം കഴിക്കാമല്ലോ. എനിക്കും പൊതുവെ ഇഷ്ടം കൂന്തൽ ഫ്രൈയെല്ലാം ഭയങ്കര ഇഷ്ടം. നമുക്ക് പെരേന്ന് ഇങ്ങനെ വീട്ടിൽ നിന്നുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലോണം ദേഷ്യം വരും. നമുക്ക് അവിടെ പോയെങ്കിൽ ഹോട്ടലിലെല്ലാം പോയെങ്കിലല്ലേ കൂന്തൽ, ചെമ്മീൻ ഇങ്ങനത്തെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുമോ, ഞാൻ ഹോട്ടലിൽ പോയിട്ടാകുമ്പോൾ ചോറിന് ഫ്രൈ എന്ത് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കൂന്തൽ അല്ലെങ്കിൽ ചെമ്മീൻ അപ്പോൾ പെരേന്ന് എനിക്ക് ഇഷ്ടമല്ലല്ലോ. പെരേന്ന് ഇങ്ങനെ അതിന് മുറിക്കാനും ഇതാക്കാനെല്ലാം ഭയങ്കര പണി. കൂന്തൽ വേണ്ട, ചെമ്മീൻ വേണ്ട എന്നൊക്കെ പറയുന്നത്. ഹോട്ടലിലെത്തിയിട്ടാകുമ്പോൾ എന്താ നമുക്കില്ല, ഹോട്ടലിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. നമുക്കത് പണിയൊന്നും എടുക്കണ്ടെന്ന് വേണ്ടാണ്, അല്ല ഉണ്ടാക്കിയത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുന്നല്ലേ. അപ്പോൾ പോയിട്ട് കൈയും കഴിയിട്ട് വേണ്ടത് ഓർഡർ ആക്കിയിട്ട് കഴിച്ചാൽ കഴിഞ്ഞു. എനിക്കധികം രാത്രി ഇങ്ങനത്തെ പണിയുണ്ടാകുന്ന മീൻ കൊണ്ട് ഞങ്ങൾക്ക് രാത്രി വെക്കും. രാവിലെ ഏകദേശം എന്തെങ്കിലും കടലക്കറിയോ അങ്ങനെ ചെറിയ പച്ചക്കറി ഇങ്ങനെ എന്തെങ്കിലും രാവിലെ വെക്കും. രാത്രി വെച്ചെങ്കിൽ ഒരു ഇതൊന്നും രാവിലേക്ക് അപ്പത്തിന് കറിയായി. പിന്നെ നമുക്ക് അത്ര വേനയില്ലല്ലോ, രാവിലെ വെച്ചിട്ട് ദോശ ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ ഏതാ ചെറിയ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച്. കുക്കറിൽ വെക്കുമ്പോൾ നല്ല എളുപ്പമായില്ലേ, കുക്കറിൽ വെക്കാം. കുക്കർ ചൂടായി തമ്മിലൊക്കെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂട്ടും. വെളിച്ചെണ്ണൻ്റെ നല്ല ഫ്ലേവറല്ലേ. കുറച്ച് വെളിച്ചെണ്ണയും നല്ല എന്തെങ്കിലും ഞാൻ ഉപ്പിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി, ഒരു കുക്കീസ് ഉണ്ടാക്കിനെ. കുക്കീസ് ഇപ്പോൾ കാലിയായി, പിള്ളേർ തിന്നിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് പിള്ളേർക്ക്. ഞാനിത് ഇത്ര കണ്ട ബട്ടർ ഇടും. എനിക്ക് എല്ലാത്തിലേക്കില്ല, ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പം നെയ്ച്ചോറ് വെക്കുന്നെങ്കിൽ, ഞാൻ ബിരിയാണി വെക്കുന്നെങ്കിൽ, നെയ്ച്ചോറ് വെക്കുന്നെങ്കിൽ ഞാൻ ഇതിലേക്കെല്ലാം ബട്ടർ യൂസ് ചെയ്യും. ബട്ടർ നല്ലതുപോലെ യൂസ് ചെയ്യും. എന്തായാലും നമുക്ക് ശരീരത്തിനും നല്ലത്, എല്ലാത്തിനും നല്ലത് എന്ന് വിചാരിച്ചിട്ട് ബട്ടർ എടുക്കും. പിന്നെ ഞാൻ പാൽമൊഴി മറ്റേ എണ്ണയില്ലേ, എണ്ണ അങ്ങനെ യൂസ് ചെയ്യല്ല. ഞാൻ പൂരി ചുടുന്നെങ്കിൽ ആണെങ്കിൽ നല്ല യൂസ് ചെയ്യും. ഇനി ഞാൻ ഏകദേശം കറക്കിയെല്ലാം ഞാൻ ബട്ടർ ഇടും. എനിക്കിഷ്ടം ബട്ടറിന് കേട്ടോ, അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം ഭയങ്കര ഇഷ്ടം. അതായത് ബട്ടർ നല്ല പോലെ ഇതായിട്ട് നമുക്ക് അതിലേക്ക് നീരുള്ളി ഇട്ടിട്ട് കൊടുക്കാം. 2 നീരുള്ളി മതി. ഇതില്ലേ ഇപ്പോൾ മീൻ, ഇപ്പോൾ ബട്ടറിലെല്ലാം മീൻ ഉണ്ടാക്കിയെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്ക്. ബട്ടറിലെല്ലാം മീൻ കറി വെച്ചിട്ട് ഇപ്പോൾ ബട്ടർ ചിക്കൻ തന്നെ, ഇപ്പോൾ നമുക്ക് ചിക്കനിൽ ബട്ടർ ചിക്കൻ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ ഇത് ബട്ടർ ചിക്കന് പോലെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ ബട്ടർ ചിക്കന് കൂന്തലുണ്ടാക്കിയെങ്കിൽ പിന്നെ ഇവിടെ ആർക്ക് ഇഷ്ടപ്പെടാനോ. എനിക്കിഷ്ടം ബട്ടർ ചിക്കൻ പോലെ ഉണ്ടാക്കാൻ. കൂന്തൽ നല്ല ഗ്രേവി ആയിട്ടെല്ലാം കൂട്ടാനോ. ഇത് ഞാൻ മറ്റേ മസാല ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ മസാല. അതിലേക്ക് ഞാൻ ബട്ടറും പിന്നെ വെളിച്ചെണ്ണ കൂട്ടുന്നത് മാത്രം. പിന്നെ വെളിച്ചെണ്ണയിലാണ് കറി ബട്ടർ തന്നെ ഇട്ടിട്ട് അതിൽ ഉണ്ടാക്കാം. 2 തക്കാളി മതിയിലേക്ക്. ഇത് നല്ല പോലെ ഫ്രൈ ആവണ്ടൊന്നും വേണ്ട. ഒരു
കുറച്ച് ഉപ്പിടാം അതിലേക്ക്. നീരുള്ളിക്ക് ഉപ്പിട്ട് തന്നെ, പിന്നെ ഉപ്പിടണമെന്നില്ല. അതിലൊന്നും ഉപ്പുണ്ടാകല്ലോ. കുറച്ച് എളുപ്പത്തിൽ ബാധിക്കുന്നുണ്ട്. ഒരു ചെറുങ്ങനെ ബാടിയും മതി, നല്ലോണം കായൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് അല്ലേ, പേസ്റ്റ് ഇട്ടിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ നല്ലൊരു കുത്തല് പോലെ ഉണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ല് വരേണ്ട ഒരു സ്മെല്ലാണ്. ഞമ്മ ഉണ്ടാക്കിയ പോലെ അല്ലാണ് റെഡിമെയ്ഡ്. ഞമ്മ ഉണ്ടാക്കിയ നാച്ചുറലായിട്ടുള്ള സ്മെല്ലല്ല, ഭയങ്കര ഒരു കുത്തുന്നു ഒരു സ്മെല്ല് ഭയങ്കര. ഇത് ചെറിയ കുക്കർ ആയതുകൊണ്ട് നമുക്ക് കയ്യിലെല്ലാം എടുക്കാൻ പറ്റും. വലിയ കുക്കറിനെ, വലിയ കുക്കർ നമുക്ക് വെക്കാനൊന്നും പറ്റുന്നില്ല. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പണി ഇത്ര തന്നെ. ഇത് തക്കാളിയും നീരുള്ളിയും പിന്നെ 2 പച്ചമുളക് ഞാനില്ലേ ഇടി തന്നെ ഇടും. ഏത് കറിക്കും ഞാൻ പച്ചമുളക് ഇടിയിടും. അപ്പൊ നമുക്ക് എന്താക്കും, പച്ചമുളക് ഇടിയിട്ടെങ്കിൽ എന്താ, പച്ചമുളക് എടുത്ത് നമുക്ക് ചോറ് വയ്ക്കുമ്പോ കറിക്ക് എല്ലാം ആ പച്ചമുളക് എടുത്ത് ആ കറിയിലേക്കും ചോറ്റിലേക്ക് ഇങ്ങനെ വെക്കുമ്പോക്കില്ല നല്ലൊരു അടിപൊളി ടേസ്റ്റ്. പച്ചമുളകിന്റെ നല്ല ഫ്രഷ്നെസ് എല്ലാം കിട്ടും. അങ്ങനെ പച്ചമുളക് ഇടി തന്നെ ഇടും അതിലേക്ക്. ഏത് കറിക്ക് പച്ചമുളക് ഇടും. ഇനി ഇത് ഒരു 2 വിസില് കൂക്കണം. കൂക്കി കൊടുത്തിട്ട് നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. നല്ല വെന്ത് കിട്ടണം. ഇത് നമ്മളെ ഉള്ളി അപ്പൊ നമ്മളില്ല ഇതാ ബട്ടർ കൂന്തലിന്റെ ഗ്രേവി തയ്യാറായി. ഇതിലേക്ക് കൂന്തലിട്ടിട്ട് മുളകിൻ്റെ പൊടി, കൂന്തല്, പിന്നെ മസാല വേണം, ഗരം മസാല വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. നിർബന്ധമല്ല, ഞാനെന്തുകൊണ്ടല്ല ഗരം മസാല എന്നതല്ല മീനിന് കാലി മുളകിൻ്റെ പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കൊടുക്കും. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച പിന്നെ എളുപ്പത്തിൽ കഴിയാതല്ലേ കൂന്തൽ. അതിൻ്റെ ഉപ്പിട്ടിട്ടൊരു 10 മിനിറ്റ് വെച്ച് കൊടുത്തെങ്കിൽ അതിൻ്റെ ആ ബ്ലാക്ക് അല്ലേ അതെല്ലാം നല്ലതുപോലെ അലിയിട്ട് നിൽക്കുന്നു. ഇതിലേക്ക് തന്നെ ഒരു സ്പൂണ് 2 സ്പൂണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മുളകിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുക്കാം. അതിന് കാശ്മീരി മുളകിൻ്റെ പൊടിയല്ല, ചില ഷോപ്പിൽ നിന്ന് തന്നെ മുളകില്ലേ റെഡ് കളറാണ് ആ മുളകല്ല, എരിവുമില്ല. 2 സ്പൂൺ അത് ഇട്ടിട്ട് കൊടുത്ത്, ചെറിയ സ്പൂണ്, വലിയ സ്പൂണല്ല, മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പില, കറിച്ചപ്പില അങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ കൂന്തൽ ഇവിടെ ഗ്രേവി ഇവിടെ റെഡിയായി. പിന്നെ ബട്ടറിൽ തന്നെ വെച്ചെന്നിട്ട് ഞാൻ ബട്ടർ കൂന്തലിന് പേരിട്ടത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മൾ മറ്റേ എണ്ണയിൽ വെക്കുന്ന ആട്ടിയല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. കുറേ പ്രാവശ്യം ഇത് വെച്ച് നോക്കി, ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി, മറ്റു ചാരും വെച്ചിട്ട് നോക്കിയിരുന്നു. അപ്പോൾ ഇത് നല്ലതായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് ഇങ്ങനെ. ഇനിയിപ്പോൾ 1 വിസിൽ കൂക്കിയും മതി. ഇത് ഒന്ന് കൂക്കിയിട്ട് ബന്ധാക്കിയിട്ട് വെക്കാം. അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം. നല്ല ചൂടുണ്ട്, അങ്ങനെ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ 1 കുക്ക് ചെയ്താകുമ്പോൾ നമ്മളതാ എളുപ്പത്തിലെ കറി റെഡി. അപ്പോഴേ നമ്മളെ അടിപൊളി കൂന്തൽ കറി റെഡി. എന്താ നല്ല അടിപൊളി കണ്ട കറി കണ്ട കൂന്തൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ.
അപ്പൊ നമ്മുടെ ചപ്പാത്തിയും കൂന്തലും ബട്ടർ കൂന്തലും എടുക്കുമ്പോ നല്ല മണം വരും അല്ലേ? നല്ല തട്ടുകട സ്റ്റൈല് മണം. ബട്ടർ ഇട്ടങ്ങാണ്ട നല്ലൊരു മണം വരുന്നതിലേക്ക്. ഞാനേ സിമ്പിൾ ആയിട്ടില്ലേ കൂന്തലിന്റെ അല്ലേ ആ ഫ്ലേവർ കിട്ടുന്നില്ല, മണം, നല്ല മണം കിട്ടുന്ന കൂന്തലിന്റെ. മറ്റേ ശാല നമുക്ക് കൂന്തൽ അങ്ങനെ മണക്കാനില്ല.